എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാരവൻ ഫാമിലി ട്രിപ്പ് മേഘാലയയിലാണ് എത്തിയിരിക്കുന്നത്. മേഘാലയയിലെ വെസ്റ്റ് ഗാരോ ഹിൽസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലത്തെ നമ്മുടെ കറക്കം സൗത്ത് ഗാരോ ഹിൽസിലായിരുന്നു. പിന്നെ രാത്രി നമ്മൾ വെസ്റ്റ് ഗാരോ ഹിൽസിൽ കയറി. വെളുപ്പിന് നമ്മൾ ഇവിടെ ഒരു പമ്പിൽ കൊണ്ട് നിർത്തി ഉറങ്ങി. രാവിലെ സച്ചിച്ചേട്ടൻ വെള്ളം നിറയ്ക്കുക. കുളിച്ച് റെഡിയായോ? ഫുഡ് കഴിച്ചോ? ഫുഡ് വേണ്ടേ? എന്താ ലിപ്സ്റ്റിക് ഇടാൻ നിൽക്കുകയാണോ? അപ്പൊ എല്ലാവരും ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ ഉറക്കം എൻ്റെ പിന്നെ ഭയങ്കര വഴിയേ വളവ് എന്തിരുമ്പോ ഞാനും ചേച്ചിയും കിടന്ന് ഉരുളുമായിരുന്നു. ഇന്നിപ്പോ ഇന്നലെ നമ്മള് സിജു ഒക്കെ കറങ്ങി. മിനിഞ്ഞാൻ നമ്മള് വാരിച്ചോര ഇറങ്ങി. അപ്പൊ ഇന്ന് നമ്മൾ എങ്ങോട്ടാ? നമ്മൾ ഷില്ലോങ്ങിലേക്ക്. ഇവിടെ അറിയോ? ഇവിടെ അറിയുവാനോ? ഇവിടെ ഞാൻ ആദ്യം വരൂല്ലേ, അറിയത്തില്ല. വന്നിട്ടില്ലേ? ഇല്ലല്ല, അച്ഛമ്മ അവിടെ വരെ വന്നിട്ടുള്ളായിരുന്നല്ലേ? ഇവിടെ വന്നിട്ടില്ല. നമ്മൾ രണ്ടുപേരും രണ്ടാമത്തെ പ്രാവശ്യം വരുന്നു. എവിടെയോട്ട് കിടന്നാൽ ഞാനങ്ങ് ഉറങ്ങും. എനിക്ക് പിന്നെ വഴിയൊന്നും ഒരു പ്രശ്നമേ അല്ല. കുലുക്കവും പ്രശ്നമില്ല. ബെഡ് കിട്ടിയാ മതി. ഒരു ബെഡ് കിട്ടിയാൽ മതി, സൂപ്പറായിട്ട് അന്നേരേ നിങ്ങളെല്ലാം റെഡിയായി. ദാമിക്കുട്ടിയും റെഡിയായി, അച്ഛമ്മയും റെഡിയായി, ഞാനും ചേച്ചിയും റെഡിയായി. ഞങ്ങൾ കാപ്പി ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ പോയി റെഡി ആകട്ടെ. നിങ്ങൾ അന്നേരം കാപ്പിയൊക്കെ എടുത്ത് കഴിക്കും. ഓക്കെ, ശരി. ഓക്കെ. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന്? ഉപ്പുമാവും കിഴങ്ങ് കറി. വേറെ എല്ലാം സ്പെഷ്യൽ ഉണ്ടാക്കത്തില്ലായിരുന്നു? സ്പെഷ്യൽ അതാ ആന്റിയമ്മയോട് ചോദിച്ചില്ല. വണ്ടി ഫുള്ള് ചെളിയാ. 2-3 ദിവസമായിട്ട് നല്ല മഴയല്ലായിരുന്നോ? എന്നാ പിന്നെ രാവിലെ ഉപ്പുമാവ് കഴിക്കല്ലേ? കഴിക്കാം. അപ്പൊ പിന്നെ കപ്പയും പഴങ്കഞ്ഞിയോ? ഓ, ഇന്നലത്തെ കപ്പയും പഴങ്കഞ്ഞിരിപ്പുണ്ടല്ലേ? ഓക്കെ, എന്നാ ഞങ്ങള് കഞ്ഞിക്കാര്, നിങ്ങൾ ഉപ്പുമാവുകാര്. അങ്ങനെയാണെ ഞാൻ കഞ്ഞിയും കപ്പയും കഴിച്ചോളാം. അപ്പോൾ ഞങ്ങൾ രാവിലെ അതേ കപ്പ കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടാക്കി വെച്ചു. ഉപ്പുമാവിനുള്ള കിഴങ്ങറി റെഡി. ചായ റെഡിയാ? പാലടുപ്പയിലിരിക്കുന്നു. അപ്പൊ കുറച്ച് ചായ ഇരിക്കുന്നു. പിള്ളേർക്കുള്ള കാപ്പി. പിന്നെ ഇതേ ഉപ്പുമാവ്. ഇന്ന് വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, വെജിറ്റബിൾസ് ഒന്നും ഇട്ടിട്ടില്ല, സിമ്പിൾ ഉപ്പുമാവ്. അതെ. പിന്നെ ഉച്ചക്കത്തെ ചോറ് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, അടുപ്പേരിക്കുന്നു. എല്ലാവരും കുറച്ച് കപ്പയും എടുത്ത് ഉപ്പുമാവും എടുത്ത്. അച്ഛമ്മ കുഞ്ഞിക്കിലേക്കും കപ്പ മാത്രം മതി. അച്ഛമ്മയും കുഞ്ഞിക്കളെ ഉപ്പുമാവ് വേറെ ആരും എടുത്തില്ല. ഇല്ല, സച്ചു മാത്രമേ എടുത്തുള്ളൂ. ദാമിക്കുട്ടിക്കും കപ്പ മതി. ഞാനും ഉപ്പുമാവ് കഴിച്ചേക്കാം. ഞാനും ഉപ്പുമാവ് കഴിക്കാം. മീൻകറി അങ്ങനെ ടേസ്റ്റ് ആയി ഇന്നലത്തെ കാലം. ഉച്ചക്ക് മീൻകറിയാ. അപ്പൊ എല്ലാരും കുളിച്ച് റെഡിയായി, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം വണ്ടി ഡീസലും പെട്രോളൊക്കെ അടിക്കാനായിട്ട് കയറ്റിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഈ ടാറ്റയുടെ വണ്ടികളെല്ലാം 4x4 നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി മേടിച്ചാലോ? ഈ വണ്ടി എന്തിനാ? ചുമ്മാ നമുക്ക് 4x4 ഓൾറെഡി ഉണ്ട് വീട്ടിൽ. ഉണ്ടല്ലോ, സ്റ്റാലിനല്ലേ ഉള്ളേ. സ്റ്റാലിനല്ലേ ഉള്ളേ. ആ കിടക്കുന്ന വണ്ടി എല്ലാം 4x4. രാവിലെ വിളി കുക്ക് ചെയ്യാം. അക്കേലാക്കിയ ഡ്രൈവറെ? ഓ, അപ്പോൾ ഡ്രൈവറും ക്ലീനറുമാണ്. പുള്ളി രാവിലെ ഡ്രൈവർ ഉറങ്ങാമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വണ്ടിയിൽ കൽക്കരി ലോഡ്. നമുക്ക് വെസ്റ്റ് കാസി ഹിൽസ്. വെസ്റ്റ് കാസി ഹിൽസ് രാവിലെ തെറ്റിപ്പോയി. എന്നെ ഒരാൾ പറഞ്ഞു തെറ്റിച്ചു. എന്നോട് ഒരാൾ പറഞ്ഞത് വെസ്റ്റ് ഗാരോ ഹിൽസ് ആന്ന് പറഞ്ഞതേ. അപ്പൊ ഇത് വെസ്റ്റ് കാസി ഹിൽസാ. നമ്മള് കാസി ഹിൽസിൽ കയറി. ആരാ വണ്ടി എടുക്കുന്നത്? ഞാൻ തന്നെ. കോ ഡ്രൈവർക്ക് രാവിലെ കൊടുക്കായിരുന്നു. പെട്രോളും ഒക്കെ ഫുൾ ചെയ്തോ? ഫുൾ ചെയ്തു. എത്ര വണ്ടിയാ നോക്കി. ഇതെല്ലാം കൽക്കരി ലോഡാ കേട്ടോ. എന്നാ ലോഡല്ലേ? അവരിവിടെ കുക്ക് ചെയ്യാ. വണ്ടി റോഡിൽ തന്നെ നിർത്തിയിട്ടാ കുക്ക് ചെയ്യുന്നത്. എന്നാ ഇവിടെ അധികം വണ്ടികളൊന്നും ഇല്ലല്ലോ. എല്ലാം ടാറ്റയുടെ വണ്ടികളാണ്. എല്ലാം 6 വീൽ വണ്ടിയാ. ഇതിലൊക്കെ ഇതൊരു 40 എണ്ണെങ്കിലും കാണും. പിന്നെ അതിന്റെ ബോഡി പണിതേക്കുന്നതാണല്ലോ. കൽക്കരി അല്ലേ ലോഡ്, വെയിറ്റ് ഉള്ള സാധനമല്ലേ. അപ്പോൾ പുത്തേ ട്രാവലോന്റെ സിക്കിം മേഘാലയ യാത്രയിലെ മേഘാലയയിലെ വെസ്റ്റ് കാസി ഹിൽസിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടർഫ് ഇത്രയും ഒരു വണ്ടി ഇപ്പോഴാണ് ടർഫ് കാണുന്നത്. ഇവിടെയുള്ളവരെല്ലാം ഫുട്ബോൾ പ്രേമികളാണ്. നമ്മൾ മേഘാലയ വന്ന് വെസ്റ്റ് ഗാരോ ഹിൽസിലാണ് കയറിയത്. വെസ്റ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ സൗത്ത് ഗാരോ ഹിൽസിൽ കൂടെ യാത്ര ചെയ്തു.
അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി നമ്മൾ ഈസ്റ്റ് ഗാരോ ഹിൽസിൽ കയറി. ഇപ്പോൾ രാവിലെ നമ്മളത് ഈസ്റ്റ് ഗാരോ ഹിൽസിൽ നിന്ന് ഇറങ്ങി വെസ്റ്റ് ഖാസി ഹിൽസിലേക്ക് കയറി. അപ്പം ഗാരോ ഹിൽസിൽ നിന്ന് ഇറങ്ങി. ആ, ഗാരോ ഹിൽസിന്റെ ഭാഗങ്ങളെല്ലാം തീർന്നു. ഇനി നമ്മൾ ഖാസി ഹിൽസിലൂടെ. ഖാസി അല്ല, ഖാസി. ഖാസി ഖാസി ഷില്ലോങ് 132 കിലോമീറ്റർ. ഇപ്പോൾ NH 127 ബിയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നോങ്സ്റ്റോയിങ് 40 കിലോമീറ്റർ. താഴേക്ക് നോക്കിയേ, കൃഷി സ്ഥലങ്ങളെല്ലാം ഒരു ചെറിയൊരു ഗ്രാമം. കൃഷിസ്ഥലമെല്ലാം ഒരുക്കിയിട്ടേക്കുവാ. ഏക്കാലും ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വഴിയായി, വീതിയുണ്ട്. ആ, കാര്യം വളവും തിരിവൊക്കെ ആണേലും നല്ല വഴിയാണ്. മേഘാലയയിൽ വെള്ളവും തിരിവില്ലാത്ത ഏത് വഴിയാ ഉള്ളത്? ഉണ്ട്. ആസാമിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കുറച്ച് ഏരിയയിലല്ലോ, നിരപ്പ് വഴികൾ. ബാക്കിയല്ല ഇതുപോലെ. അതുകൊണ്ട് തന്നെ എത്ര സമയം എടുക്കും ഓടിയെത്തുമല്ല. അതാ എൻ്റെ പൊന്നെ, മാസങ്ങളൊക്കെ വന്ന് നിൽക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് മേഘാലയ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാം. അതെ, മൊത്തം ഇറങ്ങണേ അതുപോലെ സമയം വേണം. ആ, പ്രത്യേകിച്ച് ഈ വണ്ടിയും കൊണ്ട്, വലിയ വണ്ടിയും കൊണ്ട് വരുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ മേഘാലയയിലേക്ക് കയറിയപ്പോൾ തൊട്ട് നല്ല വനത്തിൽ കൂടെ പോകുന്ന പോലെ എല്ലായിടവും നല്ല പച്ചപ്പ്. മഴയല്ലേ, മഴ നേരത്തെ തുടങ്ങി ഇവിടെ. മഴ നമുക്ക് കിട്ടിയ അനുഭവം ഉണ്ട്. അതെ, നല്ലപോലെ അനുഭവിച്ചു. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. അതെ അതെ, വാരിച്ചോരൽ അല്ലേ? ഒരു സർവീസ് സെന്ററാ. വെള്ളമൊക്കെ ഇഷ്ടം പോലെ. പിന്നെ മലയിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട്. ഇവിടുത്തെ ടാക്സി ഉണ്ടോ, പഴയ മഞ്ഞയും ബ്ലാക്കും. ഷില്ലോങ് സൈഡിലെല്ലാം ഇങ്ങനെ തന്നെയാണ് ടാക്സി. ടാറ്റാ സുമോ ട്രിപ്പ് വെക്കുന്ന വണ്ടിയാ. പൊറല ആ ടിൻഷീറ്റ് എല്ലാം തുരുമ്പ് പിടിച്ചപ്പോൾ നല്ലൊരു കളറ്. അതെ അതെ, ഇതൊരു ചെറിയ ചർച്ചാന്ന് തോന്നുന്നു ഇവിടുത്തെ. അതെ, നോങ്സ്റ്റോയിങ് 35, ഷില്ലോങ് 127. ഈ വണ്ടിയെല്ലാം ലോഡ് കയറ്റി. ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇത് കൽക്കരി ആയിരിക്കും. ഈ വണ്ടി ഇത് 16 വീലാണ്. അത് കൽക്കരി കയറ്റുന്ന വണ്ടിയാണ്. മിക്കവാറും അത് സിമെന്റ് ലോഡായിരിക്കും 16 വീലില്. ഇങ്ങനെ വളവുകൾ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് കയറ്റം കയറി ഇറങ്ങിയും പോവാം മേഘാലയയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. നമ്മള് ഷില്ലോങ്ങിലേക്ക് ചെല്ലുമ്പോൾ ഒരു മലയുടെ മുകളിലേക്കാണ് ചെല്ലുന്നത്. അതെ, ഇന്നലെ എല്ലാം നമ്മൾ ഓരോ മല കയറി ഇറങ്ങിയാ വന്നത്. ഇവിടെയുള്ള കടകളും വീടുകളും ഒക്കെ കുറേയൊക്കെ തടി കൊണ്ടുള്ളതാണ്. മറച്ചേക്കുന്ന തടിയാ, മുള കുറവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്ത ആ സ്ഥലങ്ങൾ പോലെ അല്ല ഇവിടെ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ഇച്ചിരി കൂടെ ഡെവലപ്ഡാണ്. ഇവിടെ വീടുകളൊക്കെ കണ്ടോ, എല്ലാം ടിൻഷീറ്റ് ഇട്ട വീടാണ്. പക്ഷെ അകലേന്ന് കണ്ടാ തോന്നുകയല്ല. അതാ തുരുമ്പ് പിടിച്ചിങ്ങനെ ആ കളർ ഇരിക്കുന്നതുകൊണ്ട് നല്ലതാണ്. അത് ചെറിയൊരു സ്കൂളാണ്. കണ്ടോ, ഈ ലോറിക്കാരെല്ലാം വഴിയിൽ തന്നെ കൊണ്ട നിർത്തിയിട്ട് കുക്ക് ചെയ്യുന്നതും കിടന്നുറങ്ങുന്നതും എല്ലാം. അവരവിടെ കുളിക്കുകയും ഫുഡ് ഉണ്ടാക്കുകയൊക്കെയാ. ഇന്നലെ രാത്രിയിലൊക്കെ ഇതുപോലെ വഴിയിൽ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഉറക്കമായിരുന്നു അല്ലേ? അതെ, നല്ലപോലെ ഉറങ്ങാൻ പറ്റില്ല. ഈ വളവും തിരുവല്ലേ, ഇങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുളുമായിരുന്നു. മഴക്കാറ് കണ്ടോ? ഇന്നും മഴ പെയ്യും. ഇവിടെ കുറച്ചു പേര് റോഡ് ഉപരോധിച്ചേക്കുക. തൊട്ട് തലോടി നിൽക്കുകയാണല്ലോ ഇത്. ഇവിടെ കാണാൻ നല്ല രസമല്ലേ? ഇവിടെ എല്ലാം മൊട്ടക്കുന്നുകളാ. ഈ ഏരിയ ഫുള്ള് അങ്ങനെ കേട്ടോ. മേഘാലയ മൊത്തം 3 ഹിൽസുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഗാരോ ഹിൽസ്, ജയന്തിയ ഹിൽസ്, ഖാസി ഹിൽസ്. പിന്നെ ഈ ഓരോ ഹിൽസിനെയും വീണ്ടും ഓരോ ഡിസ്ട്രിക്റ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഗാരോ ഹിൽസിൽ മൊത്തം 5 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഖാസി ഹിൽസിൽ 4 എണ്ണം, പിന്നെ ജയന്തിയ ഹിൽസിൽ 2 എണ്ണം. പക്ഷേ ഇത് നോക്കുമ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ 11 ഡിസ്ട്രിക്റ്റ്. പക്ഷേ അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ മൊത്തം 12 ഡിസ്ട്രിക്റ്റ് ഉണ്ട് മേഘാലയയിൽ. ഗാരോ ഹിൽസിനെ 5ആയിട്ട് തിരിച്ചിരിക്കുന്നത്. സൗത്ത് ഗാരോ ഹിൽസ്, വെസ്റ്റ് ഗാരോ ഹിൽസ്, നോർത്ത് ഗാരോ ഹിൽസ്, ഈസ്റ്റ് ഗാരോ ഹിൽസ്. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, സൗത്ത് വെസ്റ്റ് ഗാരോ ഹിൽസ്. പിന്നെ ജയന്തിയ ഹിൽസിനെ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വെസ്റ്റ് ജയന്തിയ ഹിൽസും ഈസ്റ്റ് ജയന്തിയ ഹിൽസും. പിന്നെ ഖാസി ഹിൽസിനെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈസ്റ്റ് ഖാസി ഹിൽസ്, വെസ്റ്റ് ഖാസി ഹിൽസ്, സൗത്ത് വെസ്റ്റ് ഖാസി ഹിൽസ്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഖാസി ഹിൽസ്. ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആയല്ലോ. ആ, അതാ പറഞ്ഞത്, മൊത്തം കൺഫ്യൂഷനാവും നമുക്ക്. പിന്നെ ഒരു ഡിസ്ട്രിക്ട് കൂടെ ഉണ്ട്, റിബോയ് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്ട് കൂടെ ഉണ്ട്. കൽക്കരി. അതെന്തോ ഫാക്ടറി ആണല്ലോ. കൽക്കരിയുടെ എന്തോ പരിപാടിയാ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അത് അവിടെ നിർത്തി വേണേ ചോദിക്കാം. കമ്പനി അവിടെ താഴെങ്ങാണ്ടായി. അതിലല്ല വഴി പോന്നേ അല്ലേ? കമ്പനി അങ്ങോട്ടാ. ഈ
ഇത് കമ്പനിയിലേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു. ഇതിനകത്തോടൊന്നും കയറ്റി കൊടുത്തില്ല. ഇതാ ഇതേ കൽക്കരി കമ്പനി ഒന്നുമല്ല, ഫെറോസിലിക്കൺ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇങ്ങനത്തെ കമ്പനികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഫെറോസിലിക്കൺ എന്ന് പറയുന്നത് സ്റ്റീൽ ഉണ്ടാക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ്. അത് കൽക്കരി കിടക്കുന്നുണ്ട്, അത് അവിടെ കത്തിക്കാൻ വേണ്ടിയിട്ട്. അസംസ്കൃത വസ്തു അല്ല, അസംസ്കൃത വസ്തു, റോ മെറ്റീരിയൽ. ഞങ്ങൾ വലിയ ഇംഗ്ലീഷുകാരൊന്നും അല്ല. ആദ്യമായിട്ടാ കേട്ടെ ഈ വാക്ക് കേൾക്കുന്ന, ആദ്യമായിട്ടാ. ടീച്ചറിനോട് ഇനി പറയണം, ടീച്ചർ ഇതിന്റെ മലയാളവും കൂടെ പറഞ്ഞു തരാം കേട്ടോ. അതെ, ഖാസി ഹിൽസിലെ ഭാഷ ഖാസി ഭാഷയാ. അപ്പൊ ഗാരോ ഒക്കെ പോയി. ഇനി എല്ലാവരും ഖാസി പറഞ്ഞാൽ മതി കേട്ടോ. അറിയായിരിക്കും ഇവർക്ക്. ഇവർക്ക് അറിയായിരിക്കും. ഇവിടെ എല്ലാവർക്കും ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. നീ ഇംഗ്ലീഷ് പറഞ്ഞാൽ മിക്കവർക്കും അറിയാം, മനസ്സിലാവും. അപ്പൊ അതെ, ഡ്യൂട്ടി ചേഞ്ച് ആയി. ഇന്ന് നേരത്തെയാ. ഞങ്ങളുടെ ഡ്രൈവർ ബാറ്റ്മാൻ. ബാറ്റ്മാൻ ബാഡല്ല, ബാറ്റ്മാൻ. നെഞ്ചത്ത് കണ്ടില്ലേ ബാറ്റ്മാന്റെ സിമ്പിൾ ഒക്കെ ഉണ്ട്, ചെസ്റ്റിലുണ്ട്, ബാക്കിലൊക്കെ ഉണ്ട്, വലിയ പ്രിന്റൊക്കെ ഉണ്ട്. ഞങ്ങള് ശകലം മോഡേൺ ഒക്കെയാണ്. കുറച്ച് ബാംഗ്ലൂർ ഫാഷനാണോ? ബാംഗ്ലൂർ ഫാഷൻ. ബാംഗ്ലൂർ മേടിച്ചാട്ടോ. ഇന്നലെ എത്ര മണിക്കാ ഒതുക്കി അവിടെ? ഇന്നലെ ഒരു 2-2:30 ആയപ്പോ കൊണ്ട് ഒതുക്കി. ശരിക്കും പറഞ്ഞ ഉറക്കം വന്നൊന്നും ഇല്ലായിരുന്നു. അപ്പൊ സച്ചു പറഞ്ഞു എന്നാ പിന്നെ ഇനി പോയാല് 45 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പമ്പുള്ള. സച്ചുവിന് ഉറക്കം വന്നു, അതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നേ. അത് ശരിയാട്ടോ, ഉറക്കം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഫോൺ തന്നു. ഏതോ കുറെ പഴയ ഇമെയിൽ ഒക്കെ ഡിലീറ്റ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് നെറ്റ് ഒന്നും ഇല്ല. പിന്നെ ഞാൻ നോക്കിയപ്പോ ഇനി അടുത്ത പമ്പ് എവിടെയേ ഉള്ളൂ, പിന്നെ കഴിഞ്ഞ് 40 കിലോമീറ്റർ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് ഇവിടെ കിടന്നേക്കാം. അതൊക്കെയാലും നന്നായി, നല്ല പമ്പായിരുന്നു. വെള്ളവും എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു. നല്ല പാലും കിട്ടി നമുക്ക്. അതെ, പമ്പുകാരാണെങ്കിലും നല്ല സഹകരണമായിരുന്നു. ഇവിടെ മണിയടിക്കുന്ന ജീവി ഉണ്ടല്ലേ? അതുണ്ട്. ഇന്നലെ സൗണ്ട് കേട്ടായിരുന്നു, മണിയടിക്കുന്ന കേട്ടായിരുന്നു. അമ്പലത്തിൽ മണി അടിക്കുന്ന പോലെ മണി അടിക്കും. ഇന്നലെ ഞങ്ങളൊരു വളവ് തിരിഞ്ഞ് വന്നപ്പോ ഉണ്ടല്ലോ, ഫ്രണ്ടിൽ ലോറി കിടപ്പുണ്ട്. ആ ലോറി അങ്ങ് പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും നിം 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 ഒച്ച കേട്ടു. അത് ഞാൻ എപ്പോഴും ആലോചിച്ചത്, ചേട്ടനും ചേച്ചിയൊക്കെ പോയപ്പോ അങ്ങനെ ഒരു വീഡിയോക്കകത്തുണ്ട് മണിയടിക്കുന്ന സൗണ്ടുള്ള ഒരു ജീവി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതാണ് മനസ്സിലായി. ഇവിടെ മൊത്തം ആൾട്ടോയാ, മാരുതിയുടെ വണ്ടികളാ മൊത്തം. പിന്നെ വർക്ക്ഷോപ്പാണോ സെയില് കച്ചവടം വന്നു തോന്നുന്നു കേട്ടോ. കച്ചവടക്കാരായിരിക്കും ഇവിടെ. ഉർക്കലി പഴയ ഒരു 12-10 D വണ്ടി. ഒരു പള്ളി. ഷില്ലോങ് 96, മൈരാങ് 54 കിലോമീറ്റർ. നോങ്സ്റ്റോയായി. നമുക്ക് നോങ്സ്റ്റോ ടൗൺ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അതിലേ അങ്ങ് പോകാം. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം. മേഘാലയ പോലീസ്, വെസ്റ്റ് ഖാസി ഹിൽസ്. നോ എൻട്രി ഫോർ ഹെവി വെഹിക്കിൾസ്. ഇത് ഇവിടുത്തെ ഫയർ സ്റ്റേഷനാണ്. ഇതെല്ലാം ഇവിടുത്തെ വർക്ക്ഷോപ്പുകളാണ്. നോക്കി, എല്ലാം ടാറ്റയുടെ AC ലോറിയാണ്, 4 വീൽ ഡ്രൈവ്. അതിനിടയിൽ അത് വേറെന്തോ സാധനം അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു വണ്ടിയുടെ ബാക്കിലേ ഒരു ഹൗസിങ് എക്സ്ട്രാ പിടിപ്പിച്ചേക്കാം. അതൊന്ന് പോയി നോക്കാം. ഈ വണ്ടിയുടെ തന്നെ ഹൗസിങ് ആയിരിക്കും. എന്നാന്നറിയോ, ഹൗസിങ് പോയിട്ട് വേറെ ഹൗസിങ് മാറ്റി കയറ്റിയതായിരിക്കും. അതെ, പഴയത് ഇതിലേക്ക് കെട്ടി വെച്ചോണ്ട് പോകുന്നതായിരിക്കും. കറക്റ്റ്. എന്നാന്നോ അതിന്റെ ഹൗസിങ് കാണുമ്പോൾ അറിയാം, അത് പുതിയ ഹൗസിങ് കയറ്റി വെച്ചേക്കുന്ന. അതെ, ഞാൻ ഓർത്ത് ഇതന്നെ ഇനി വേറെ വല്ല ടെക്നോളജി ആണോ? അതെ അതെ, ഇനി നമ്മളറിയാത്ത എന്തെങ്കിലും ഇവിടെ ഉണ്ടോന്നല്ലേ. ഇത് കൂടുതൽ ഓവർലോഡും അതുപോലെ തന്നെ മോശം വഴിക്കൊക്കെ ഓടുന്ന വണ്ടികളല്ലേ. എന്നെ വേറെ എന്തെങ്കിലും ടെക്നോളജി ആണോ എന്ന് ഓർത്ത് പോയി പെട്ടെന്ന്. ഇത് വഴിക്ക് എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ടേ വേറെ കൊണ്ടുവന്ന് കയറ്റിയിട്ടപ്പം പഴയത് ഇതേ തന്നെ കെട്ടി വെച്ചോണ്ടെങ്കിൽ പോകുന്ന ലോഡ് ഉണ്ടായിരുന്നായിരിക്കും. അതെ, അപ്പൊ അതുകൊണ്ട് ഇതേ തന്നെ കെട്ടി വെച്ചതാ. മുകളിലോട്ട് കയറണല്ലേ, വെയിറ്റ് അല്ലേ, പാടല്ലേ. അതെ. ഈ വണ്ടികൾ ഇത് ടാർ ലോഡാ, ടാർ. പഴയ ഒരു 2 നില 3 നില ബിൽഡിംഗ് ആണ്ടോ. ഇവിടെ കുറെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പോഴൊക്കെ ഈ ഭാഗങ്ങൾ കുറെ ഡെവലപ്ഡാ. ഇന്ന് ഇവിടെ എല്ലാം പൊതു അവധി ദിവസമാണെന്ന് തോന്നുന്നു, കടകളൊന്നുമില്ല. ഖാസി ഭാഷയിലൊന്ന് ചോദിച്ചേ. ഉണ്ട്. ഗാരോ ഭാഷ ചോദിക്കുന്ന ഇന്നലെ പറഞ്ഞോളൂ. ഉണ്ട്. അല്ല, ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രിയിൽ ഒത്തിരി സംസാരിച്ചല്ലോ. അതൊന്ന് പറഞ്ഞേ, പറയോ. അല്ലെന്നെ, അങ്ങനല്ല. ഇന്നലെ ഇവിടുത്തെ ഭാഷ ഗാരോ ഭാഷ ഞങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങൾക്കും അത് മനസ്സിലായില്ല. രാമൻകുട്ടി മാത്രമേ മനസ്സിലായുള്ളൂ. ഇവിടെയൊക്കെ വലിയ ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്ക് തുറ 215, റിയാങ്ഡോ 42,
ഷല്ലാങ് ഉണ്ട് കേട്ടോ, ഷല്ലാങ് 76. ഷില്ലോങ് അല്ല. അല്ല, ഷല്ലാങ്. ഇതൊക്കെ ഉണ്ടോ, ഒത്തിരി പഴയ ബിൽഡിങ്ങുകളാണ് അതൊക്കെ. പണ്ട് നമ്മുടെ അവിടെ സർക്കാർ ഓഫീസുകളൊക്കെ ഇതുപോലെ ആയിരുന്നു, ഈ ഷീറ്റ് ഇട്ട്. ഒത്തിരി വർഷം പുറകോട്ട് പോയാൽ. ഇതും ഗവൺമെന്റ് ഓഫീസാണ് കേട്ടോ. ഗവൺമെന്റ് ഓഫ് മേഘാലയ, ഓഫീസ് ഓഫ് ദി ഡിസ്ട്രിക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, വെസ്റ്റ് ഗാസി ഹിൽസ് ഡിസ്ട്രിക്ട്. അതെ, പതുക്കെ പോയി ഒറ്റ ശ്വാസത്തിൽ ഞാൻ വായിച്ചു തീർത്തത്. ഓഫീസ് ഓഫ് ദ ഡിവിഷൻ സോയിൽ വാട്ടർ കൺസർവേഷൻ ഓഫീസർ. ഇതെല്ലാം ഗവൺമെന്റ് ഓഫീസുകളാണ് ഇവിടുത്തെ. PWD റെസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. നോങ്സ്റ്റോയിൻ PWD ക്യാമ്പസ്. ഇവിടെ കടകളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത് ഇവിടുത്തെ മാർക്കറ്റ് കോംപ്ലക്സാണ്. ഇന്നില്ല ഒന്നും. ഒക്കെ ഉണ്ടായിരുന്ന നല്ല രസമായിരുന്നു. ഇതുണ്ടോ ഇറച്ചി, പന്നിയുടെ കാല്. ഇതുണ്ട്, ഇത് മറ്റേ എന്തോ സാധനം, പതപ്പയോ? ആ പതപ്പ. അതാ ഇതുണ്ട് ബക്കറ്റ് നിറച്ച്. ലിവറാണോ? ആ, ലിവറിന്റെ കൂടെ ഇത് വരുന്നത്. രണ്ടും കൂടെ, ലിവറും പതപ്പയും കൂടെ. ആ, അത് ലിവറാ, പന്നിയുടെ ലിവറാ. അതിന്റെ അടിയിൽ കുടലൊക്കെയാ ആ ബക്കറ്റിനകത്ത്. മറ്റേ പോട്ടിക്കോ അത് തന്നെയല്ല, ഇവര് കുടലിനകത്ത് ഒന്ന് ഏതാണ്ട് നിറച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് തരും. ആ, അതാണ് എന്തോ ഒരു സംഭവം ഉണ്ട്, പേര് മറന്നുപോയി. ഇത് പോത്താന്ന് തോന്നുന്നല്ലേ. ഇന്നിവിടെ ഇറച്ചിക്കട മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആവശ്യമുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ. എന്നാ? ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. ഈ വെളുത്തുള്ളി കുറച്ച് മേടിക്കണം കേട്ടോ. അപ്പൊ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയുടെ മേടിക്കാം. വെളുത്തുള്ളിയും വലുതാ. സൂര്യ, ഇവിടുത്തെ ലേഡീസിന്റെ ഡ്രസ്സാണ് ഇത്, കാസി ഹിൽസിലെ. ഡ്രസ്സാണോന്ന് ചോദിക്കേണ്ട കാര്യമില്ല, അതിന് ഡ്രസ്സല്ല. അല്ല, ഡ്രസ്സല്ല, ട്രഡീഷണൽ. സാരി അല്ല ഇത്, സാരി പോലെയുള്ള സംഭവമാണ്. തുണിയാണ്, പക്ഷെ അത് വേറെ രീതിക്ക്. ഒരു സൈഡ് ഇവിടെ, ഒരു സൈഡ് ഇവിടെ ഉണ്ട്, ഈ സൈഡിലും. പിന്നെ ജങ്സം. അത് പിന്നെ തോർത്ത് പോലെ. അതെ, ഖാസി ഭാഷയില് താങ്ക് യു എന്ന് പറഞ്ഞ കുബ്ല എന്നാ. ഓക്കെ ദീദി, കുബ്ല. ML5 ML6 ഒക്കെയാ. പെട്ടെന്ന് നോക്കിയാൽ KL5 ആണ്. ഇവിടെ ഇത് ചിക്കൻ്റെ ഇറച്ചിയും പോർക്കിൻ്റെ ഇറച്ചിയും ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഇത് പോർക്കും ഇത് ചിക്കനും. ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡാണ്, പക്ഷെ പ്രൈവറ്റ് വണ്ടിയും കിടപ്പുണ്ട്. പ്രൈവറ്റ് വണ്ടിയൊക്കെയാണ് ടാക്സി ഓടുന്നത് തന്നെയാ. എല്ലാം ആൾട്ടോ അല്ലേ, കൂടുതലും ആൾട്ടോ തന്നെയാണ്. അതെ, ബൊലേറോ ഉണ്ട്. ഇപ്പം നമ്മൾ വന്നതിൽ ഒരുവിധം വലിയ ടൗണാണ് ഇത്. തുറയും അങ്ങനെ തന്നെ, തുറയും ഒരു വലിയ ടൗൺ ആയിരുന്നു നമ്മൾ വന്നത്. ഇത് ഇവിടുത്തെ പള്ളിയാണ്, ബലാങ് പ്രസ്ബിറ്റെറിയൻ ന്യൂ നോങ്സ്റ്റോയിൻ. 1973 പള്ളിയാണ്. മൈരാങ് 47 കിലോമീറ്റർ, ഷില്ലോങ് 89, ഗോഹട്ടി 186 കിലോമീറ്റർ. ഇതൊരു വലിയൊരു സ്കൂളാണ് ഇവിടുത്തെ. കണ്ടു. ഇവിടെ മഴക്കാലം തുടങ്ങി. മണ്ടേ കാണുന്ന ഒരു പള്ളിയാ, നല്ല രസമില്ലേ കാണാനായിട്ട്. പുൽമേടുകളാണ് ഇവിടെ ഇനി ഇപ്പം മൊത്തം. നമ്മളെ ടൗണിൽ കൂടെ കയറിയല്ലേ വന്നത്. ഇത് മറ്റേ ബൈപ്പാസാണ്. വീണ്ടും നമ്മൾ ബൈപ്പാസിൽ വന്ന് കയറി. ഷില്ലോങ് 82, ജോയ് 140. ഇതെല്ലാം ചെറിയ ചെറിയ കടകളാണ് ഇവിടുത്തെ. കുറേ കടകൾ അടച്ചേക്ക്. ഇതുണ്ട്, ഇതൊക്കെ പലക കൊണ്ടുണ്ടാക്കിയാണ്, തടി കൊണ്ട്. നമ്മുടെ നാട്ടില് പണ്ടത്തെ പോലെ അല്ലേ. ഓ, ഇതൊരു ഹോട്ടലോ റിസോർട്ടാ ഇത്. കേരള ആണോ? KL റിസോർട്ടാ, കേരള ആണോ? ഇതാണ് ഡിസ്കോ വാലി. പക്ഷെ ഇപ്പൊ ഇവിടെ അന്തരീക്ഷം മോശമാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഇവിടുന്ന് ചോറുണ്ണ അല്ലേ, ചോറിട്ട് പോവാ. ഇവിടെ നിർത്തി ചോറുണ്ണാം. ഇങ്ങോട്ട് കയറിയ പിന്നെ ചൂടില്ല, നല്ല തണുപ്പാ. വെളിയിലോട്ടൊന്ന് ഇറങ്ങി നോക്കിയേ, തണുത്ത കാറ്റും. മേഘാലയയിലെ ഇടുക്കി ജില്ല വന്ന പോലെ. ആ, എന്നുവെച്ചാൽ നമ്മളൊത്തിരി ഹിൽസ് കയറി, ഒത്തിരി ഹൈറ്റിലാ ഇപ്പം. അവിടുന്ന് കയറി, ആസാമിൽ നിന്ന് കയറിട്ടേ ഒത്തിരി പൊക്കത്തില്ല. മാർക്കറ്റിൽ ഇറങ്ങിയപ്പോഴും ചൂടില്ല. എല്ലാരും ഊണ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഇവിടെ നല്ല തണുപ്പ്, നല്ല കാറ്റും, നല്ല അടിപൊളി സ്ഥലമല്ലേ. തണുക്കുമ്പോ കോട്ടോ? അയ്യോ, അതിനുള്ള തണുപ്പൊന്നും ഇല്ല. ഇതിനകത്തോട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോകാം കേട്ടോ. ഒരു കാറ് കയറി പോയിട്ടുണ്ട്. ആ, ഇവിടെ വണ്ടി കൊണ്ടുപോയിട്ട് സ്റ്റേ ചെയ്യാനാണെ നല്ലതായിരുന്നു. ഇച്ചിരി വെയിലൂടെ ഉണ്ടായി നല്ല രസമായിരുന്നു. വൈകിട്ട് സന്ധ്യാസമയം കാണാം, അത് ഏറ്റവും ഭംഗി. ഇന്നലെ വെച്ച മീൻകറിക്ക് ഇപ്പോഴാണ് ഉപ്പും പുളിയൊക്കെ പിടിച്ചു. എനിക്ക് മീൻകറി വേണ്ട. വേണ്ട കടൽ മീൻ അല്ലാത്തോണ്ടല്ലേ.
കടൽമീൻ ഇതിനെ ചേറ് ചവയുണ്ട്, അതുകൊണ്ടാണ്. അതല്ല അതിനകത്ത് മുള്ളുമുണ്ട്. മുള്ളുണ്ട്. ഗ്രേവി ശാലം ഒഴിച്ചോ, ഗ്രേവി നല്ല ടേസ്റ്റാണ്. ചൂട് ചോറില്ലാത്ത ഒരാൾ ചോദിക്കുക. ആ സ്വാമി നല്ല ചോറ് അച്ചാറിട്ടത്. അതെ അതെ, അടിപൊളി. അടിപൊളിയോ? എല്ലാവർക്കും ഉള്ള സീറ്റ് ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല. പിന്നെ ഇപ്പൊ ഇതിന്റെ മുകളിലോട്ട് വണ്ടി കയറ്റിയിട്ട് അവിടെ സ്റ്റേ ചെയ്യണം. നല്ല രസമായിരിക്കും. അതെ അതെ, നല്ല തണുപ്പും. ആകാശത്ത് മുട്ടിയാ വണ്ടി നിൽക്കുന്നതെന്ന് തോന്നുന്നല്ലേ. ആ നിങ്ങൾക്കേ കടിയുള്ളൂ, എനിക്കില്ല. കറി അതിനകത്ത് വിളമ്പില്ല. വട്ട ഒഴിക്കാൻ. എന്റെ മോനെ അത് എടുക്കണം, അത് തിന്നെ നിറച്ച് അച്ചാറാ. അപ്പം ഞങ്ങളെല്ലാവരും ഊണൊക്കെ കഴിഞ്ഞതേ മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി മോള് വരെ കയറി പോയിട്ട് വരാം. ശരിക്കും ഞങ്ങൾ ഊണ് വെച്ചിരുന്നപ്പോൾ ലോക്കൽ ഒരാളോട് വന്നു. അപ്പോൾ ആളുകൊണ്ട് ചോദിച്ചെന്ന് വെച്ചാൽ ഈ സ്ഥലം നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓൾറെഡി ചേട്ടൻ ചേച്ചി വന്നിട്ടുണ്ട്, അങ്ങനെ കണ്ടുപിടിച്ചത്. പുള്ളിയെ പറഞ്ഞു ഇത് മേഘാലയാസ് ഡിസ്കോ വാലി നിന്ന് ഇവിടെ ആരോ അവിടുന്ന്, അത് ശരിക്കുള്ള ഡിസ്കോ വാലി എന്നുള്ളത് മണിപ്പൂർ നാഗാലാൻഡ് ബോർഡറുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഡിസ്കോ വാലി. അപ്പോൾ അവിടുന്ന് ഒരാളിവിടെ വന്നപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ അതുപോലെ തന്നെ പുള്ളിക്ക് തോന്നി. അങ്ങനെ ഗൂഗിൾ മാപ്പിൽ മാർക്ക് ചെയ്തതാണ് മേഘാലയാസ് ഡിസ്കോ വാലി എന്ന്. ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേര് അതല്ല, അതോട് എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാൻ കുറച്ച് പാടുണ്ട്. ഇപ്പൊ ശരിക്കുള്ള പേര് വായിച്ചു പറ. ലിങ്ഡോങ് സോ സ്യൂ. ഇവിടെ എൻട്രി ഫീ 20 രൂപ. 2 വീലർ കയറുന്നതിന് 10 രൂപ, 4 വീലറിന് 20 രൂപ. എനിക്ക് ഇത്ര പാടാണ്ട് പുള്ളി അത് ഡിസ്കോ വാലി അതാകുമ്പോൾ എല്ലാവർക്കും എളുപ്പമുണ്ടല്ലോ. പക്ഷെ ഈ വണ്ടി കയറി പോകുന്നതേ ഈ പുല്ലെല്ലാം പോകും. പക്ഷെ ഇപ്പം നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ളിടത്തൊന്നും വണ്ടി കയറ്റി കൊടുത്തില്ല. അപ്പൊ എൻട്രി ഫീസ് ഒക്കെ ഇതേ അവിടെ കൊടുക്കണം. ആളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ രാജേഷിനെ കണ്ടുള്ളൂ. രാജേഷിനെ മാത്രമേ കണ്ടുള്ളൂ. അതിന് പുറകെ ആൾ വേറെ ആൾക്കാരും അവിടെ ഇരിക്കുന്നതല്ലേ. ചേട്ടന് ഫ്രീ അല്ലേ ഇവിടെ? ഇവിടെ ഉള്ളവർക്ക് ഫ്രീയാ. എന്താ രസം. നമ്മുടെ വാഗമണ്ണ് പോലെ. അതെ അതെ, ഇവിടുത്തെ വാഗമണ്ണ്, മേഘാലയയിലെ വാഗമണ്ണ്, അത്രേ ഉള്ളൂ. നമ്മൾ വന്നത് വാഗമണ്, മേഘാലയ വാഗമണ് കൂടെ അടയാളപ്പെടുത്തണം. അത് വേണമായിരുന്നു. ഭയങ്കര ഇടി മിന്നുന്നുണ്ട്, ഇടി മുഴങ്ങുന്നുണ്ട് കേട്ടോ. കണ്ടോ അവിടെ തെളിഞ്ഞു വരുന്നുണ്ടോ? ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട് കേട്ടോ, വെള്ളം കെട്ടി നിർത്തി. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ ഇവിടെ നല്ല, ഇവിടുത്തെ സൺസെറ്റ് നല്ല. അയ്യോ അതെ അതെ, സൺറൈസിങ് നല്ലതായിരിക്കും. നമ്മൾ സൺസെറ്റാണ് കണ്ടു വന്നു. അത്രയും ഭംഗിയുള്ളൊരു സൺസെറ്റ് ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അതിന് ശേഷം അതിന് മുമ്പും കണ്ടിട്ടില്ല. അതെ അതെ. അപ്പം ഇനി പോയേക്കാം, മഴ ചാറുന്നുണ്ട്. അതെ, മഴ പെയ്യാൻ തുടങ്ങി, ഇടി മുഴങ്ങുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവിടെയുണ്ട്, അവിടെയും കയറാം. ഇത് കുറേ ഏരിയ ഉണ്ട് ഇങ്ങനെ. അമ്മ ചോറൂണ് കഴിഞ്ഞപ്പോഴേ വണ്ടിയെ കയറി, തണുപ്പ് കാരണം. അതെ അതെ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതെ, ഉച്ചയ്ക്ക് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് എല്ലാവരും ഊണൊക്കെ കഴിച്ച്. എങ്ങനെയുണ്ട് ഡിസ്കോ വാലി? അടിപൊളി. പക്ഷെ സൺസെറ്റ് സൺറൈസ് കൂടെ അടിപൊളി. സൺറൈസ് അല്ലല്ലോ, രണ്ട് കിട്ടിയാൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാലും അല്ല, ശരിക്കും ഒരു ദിവസം വൈകിട്ട് വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ അപ്പൊ രണ്ടും കിട്ടും. കാലാവസ്ഥയും കൂടെ അനുകൂലമായിരിക്കണം. അത് ശരിയാ. ഇപ്പൊ മഴയായി പോയില്ലേ? മഴയാ, പിന്നെ ഒരു മൂടലാ അന്തരീക്ഷം. സൂര്യനെ കാണാനില്ല. മൂടല. അതെ, മിക്കവാറും നമ്മൾ ഷില്ലോങ്ങിലേക്കൊക്കെ ചെല്ലുമ്പോൾ മഴയാണെന്നാ തോന്നുന്നത്. ശരിക്കും നമ്മുടെ വാഗമണ്ണ് പോലെ തന്നെ അല്ലേ? എവിടെ പോവാ നമ്മള്? വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളോ? മഞ്ഞിലും പോണം. പിന്നെ പുലിയുടെ പിന്നെ പുലിയുടെ അടുത്ത് പോണം. പിന്നെ വേറെ എവിടെയെങ്കിലും പോണോ? ആനയെ കാണണോ? അപ്പം വീണ്ടും കാണാം. സ്വാഗതവും കഴിഞ്ഞു, അതിന്റെ ഒപ്പം കഴിഞ്ഞു. അല്ല, ഗാരോ ഭാഷ എന്ന് പറഞ്ഞ ഗാരോ. നാമിക്കുട്ടി നല്ല പോലെ പറയും. നമുക്ക് വെള്ളച്ചാട്ടം ചാടണ്ടേ? ഇന്നലെ പറഞ്ഞവരൊന്ന് പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞേ, മിടുക്കിയല്ലേ, നോക്കട്ടെ. ചേച്ചിക്കുട്ടിക്ക് അറിയത്തില്ല പറയാന്. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. അറിയാം, ദാമിക്ക് അറിയാം. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞു. ഞാൻ അല്ലേ വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോല.
മഞ്ഞ് കാണാനൊന്നും കൊണ്ടുപോല. അമ്മയുടെ കൂടെ വിട്ടേക്കും തിരിച്ചു. അതാ ഗാരോ ഭാഷ. ഇല്ല, അറിയാം ഗാരോ ഭാഷ എന്ന് പറഞ്ഞു. എല്ലാരോടും ഇവിടെ കിടന്ന് പറയല്ലായിരുന്നോ എന്ന് പറഞ്ഞു. ആ മിടിക്കേ കൊച്ചിപ്പോ പറയേ. കടവാസി ആ വെള്ളച്ചാട്ടം. അങ്ങനല്ല, ഇന്നലെ ഇവിടെ കിടന്ന് പറഞ്ഞില്ലേ രാത്രി സംസാരിച്ചത്, അത് പറഞ്ഞേ. ഞാൻ ഇപ്പൊ ഉറങ്ങാൻ പോവാ. അതൊന്നും അല്ല, അത് മലയാളമല്ലേ. ഗാരോ പറഞ്ഞേ, ഗാരോ. കാര്യം അറിയില്ല. അറിയാം, ഇന്നലെ ഇതിലെ പാട്ട് പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. ആ അതന്നെ ഉണ്ടോ, ഞങ്ങൾ ആരും പഠിച്ചില്ല, പക്ഷെ ധാമിക്കുട്ടി ഭാഷ പഠിച്ചു. മിടുക്കി. അതെ അതെ മിടുക്കി കേട്ടോ. വെള്ളച്ചാട്ടത്തിലും മഞ്ഞിലും ഒക്കെ ഞങ്ങള് കൊണ്ടുപോകുന്നുണ്ട് കൊച്ചിനെ. ചേച്ചൂട്ടി പറഞ്ഞില്ലോ, പഠിച്ചില്ലല്ലോ. ആ ചെറിയ മഴ തുടങ്ങി, മഴ ചാറാൻ തുടങ്ങി. വലിയ മഴ ഇല്ലാത്ത നല്ലതല്ലേ, എന്നാലേ അന്തരീക്ഷത്തിന് ഒരു തെളിച്ചുള്ളൂ. സമയം 4 മണി ആയതേ ഉള്ളൂ. ആ വീടിന്റെ മുറ്റത്ത് പൂ നിൽക്കുന്ന കേട്ടോ, നല്ല രസമല്ലേ കാണാത്. ഓ താഴെ പാടത്തെല്ലാം വെള്ളമാണല്ലോ. ഈ കടകളെല്ലാം ടിൻഷീറ്റ് ഇട്ട് ഫ്രണ്ടില് പലക വെച്ചാൽ തട്ടടിച്ചേക്കുന്നത്. അത് തടി തന്നെയല്ലേ. ഷീറ്റാ, മുകളിൽ ഷീറ്റാ. നേരത്തെയൊക്കെ പുല്ലൊക്കെ ആയിരുന്നു. അതിനാ പന്തലിൽ ഇട്ടേക്കുന്നേ. അത് ഈ വെള്ളരിക്കല്ല, വേറൊരു സാധനാ. ഇവിടെ അല്ല, അതാ കൃഷിയാ. എന്നാള് നമ്മള് കണ്ടില്ലേ കപ്പളങ്ങ പോലെ ഇരിക്കും. കപ്പളങ്ങയുടെ അത്ര പച്ചക്കളറില്ല, അതിന്റെ പേര് മറന്നുപോയി. ആ മർക്കാസാണ് ഈ സ്ഥലപ്പേര്. അപ്പം ഇന്ന് നമ്മളെ ആ മേഘാലയയിലെ ഖാസി ഹിൽസിലൂടെയാണ് ഇന്നത്തെ മുഴുവൻ യാത്ര. ഖാസി ഹിൽസിലെ ഗ്രാമങ്ങളിലൂടെ. ഇതെല്ലാം ഓരോ ഗ്രാമങ്ങളാ, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ. കിൻഷി, ആ കിൻഷി 12 കിലോമീറ്റർ. കിൻസി, മൗറോ, മാറണമെന്നോ? എവിടെ നോക്കിയാലും മലനിരകളേ ഉള്ളൂ. ചെറിയ മഞ്ഞുണ്ട്, കോടമഞ്ഞ്. ഇവിടെ എല്ലാം നെൽകൃഷിയാ ചെയ്യുന്നേ. മുമ്പേ ആ കൃഷി കണ്ടില്ലായിരുന്നോ? അത് ചൊരക്കല്ല, ചൗച്ചോ. ചൗച്ചോ? ആ ചൗച്ചോ. ചവച്ചോന്നാണോ? ചവച്ചോ അല്ല, ചൗ ചൗ. എവിടെയെങ്കിലും കുറച്ച് പഴം കാണുവാണേ മേടിക്കണേ. ഇവിടെ പഴമൊന്നും അധികം കാണുന്നില്ല, കടകൾ കുറവായതുകൊണ്ടായിരുന്നു. ഇന്നല്ല ഇവിടെ അവധി ദിവസം ഇതുണ്ട്, കടകളൊന്നുമില്ല. അതെ, പുല്ല് മേഞ്ഞ ചെറിയ കടകള്. അതെ, NH 44 E. ആ പുൽമേട് കാണാൻ എന്ത് രസം നോക്കി. അവിടെ കുറച്ച് പശുക്കളൊക്കെ വേണമായിരുന്നു. അതെ, അവിടെ നിൽക്കുന്ന പശുക്കൾ അപ്പുറം ഉണ്ട്. ആണോ? ഈ സ്ഥലം നോങ് ഷില്ലോങ്. ഓ നോങ് ഷില്ലോങ്. അതല്ലേ പശുക്കൾ നിൽക്കുന്നുണ്ടോ? കണ്ടു കണ്ടു. ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. വലിയ റിസോർട്ടുകളൊന്നുമില്ല, ചെറിയ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. ശരി, അങ്ങോട്ട് നോക്കിയാണ്ടോ, മലനിരകളും അതിന്റെ താഴ്വാരത്തെല്ലാം വീടും കൃഷി സ്ഥലങ്ങളും. ആ ഈ വണ്ടിയിലൊക്കെ പോകുന്ന ലോഡ് കണ്ടോ, ഇതെല്ലാം കൽക്കരിയാ. എന്ത് പതുക്കെയാ പോന്നേന്നുണ്ടോ. പുറകിൽ ഒരാള് വണ്ടി ഓടിക്കാൻ മുട്ടയിരിക്കുന്നു കേട്ടോ. അതെ അതെ, കൊടുക്കണം കേട്ടോ ആ കുട്ടിക്ക്. ഇത്ര നേരം ഓടിക്കല്ലായിരുന്നോ? നല്ല തെളിഞ്ഞ അന്തരീക്ഷവും കൂടെ ആയിരുന്നു, നല്ല രസമായിരുന്നു. ഇതേ കിടന്നുറങ്ങാൻ പറ്റിയ നല്ല കാലാവസ്ഥ. ആ അത് ശരിയാ, നല്ല തണുപ്പ്. ഈ വണ്ടിക്ക് വെളിയിലോട്ട് ഇറങ്ങിയേച്ച് വണ്ടിക്ക് അകത്തോട്ട് കയറുമ്പോ എന്നാ സുഖമാണ്. നല്ല ചൂട്. ഒമിനി കണ്ടോ പിക്കപ്പ് ആക്കിയേക്കുന്നത്? മാരുതി 800ഉം ഇതുപോലെ പിക്കപ്പ് ആക്കിയേ കാണാം മിക്കവാറും ഇവിടെ. ഗാരോ ഹിൽസിലെ പോലെ ശക്തമായ മഴയില്ല, ചെറിയ ചാറ്റമഴയേ ഉള്ളൂ. ഈ ഖാസി ഹിൽസിലെ ഗാരോ ഹിൽസിലെ പോലെ അധികം കൃഷികളും കണ്ടില്ല. അടക്കയും ചക്കയും അങ്ങനെയുള്ള ക്ലൈമറ്റ് വ്യത്യാസം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. അതെ, അവിടെ എന്തെല്ലാം കൃഷികൾ നമ്മൾ കണ്ടു. അവിടെ ഇപ്പം ആ കോട്ടയം കൊണ്ട് നടന്നു പോകുന്ന എന്തോരം പേരെ കണ്ടു. ഇവിടെ വന്നിട്ട് ആരെയും കണ്ടില്ല. അത്രയില്ല, ഉണ്ട്, കുറവാ. അതുണ്ട്, അതിവിടെ ഉണ്ട്. താഴെ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നുണ്ട്. ആലുപൊറോട്ട കഴിക്കാൻ പറ്റിയില്ല. ആലുപൊറോട്ട ഒന്നും ഇവിടെ കിട്ടുകയല്ല, ഇവിടെ ഒളിച്ചോർ. ഇവര് 3 നേരവും ചോറാ കഴിക്കുന്നേ. ആലുപൊറോട്ട പരീക്ഷിച്ചു നോക്കിയാലോ അല്ലേ? ചെമ്മരിയാട്
രോമം വെട്ടാത്തതല്ലേ, വെട്ടാറായതാ. വൃത്തിയില്ല കണ്ടിട്ടതുകൊണ്ട്. സൂര്യ ഈ സ്ഥലപ്പേരൊന്ന് വായിച്ചേ. മാരിയാവോ? ഇവിടെ നല്ല രസമില്ലേ, കണ്ടോ ഒരുപാട് വീടുകളുണ്ടാവും കുന്നിൻ ചെരുവില്. നെൽകൃഷി ഇവിടെ കൂടുതലുണ്ട് കേട്ടോ, ഇവിടെ പാടം ഒത്തിരി ഉണ്ട്. ML5AF പെട്ടെന്ന് നോക്കിയാൽ KL5AF ആണെന്ന് തോന്നുന്നു. നമ്മളവിടെ ഉള്ള അതേ രജിസ്ട്രേഷൻ. ഷില്ലോങ് 56, മൈരാങ് 15. ഇതൊരു പള്ളി എവിടുത്തെ ഒരു ജുജോ തന്നെ നിൽക്കുന്നല്ലോ. ഇതുണ്ടോ താഴെ എന്തോ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിക്കേ, എന്നാന്ന് മനസ്സിലായോ? എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല, എന്നാന്ന് എടുത്തില്ല. ഓ എനിക്ക് ഇവിടെ നോക്കിയിട്ട് മനസ്സിലായില്ല. അല്ല ഇഴങ്ങല്ല, വേറെന്തോ അവിടെ ഇറങ്ങി പോകത്തില്ലല്ലേ? ഇറങ്ങത്തില്ല. ഇങ്ങോട്ട് ആരോടെങ്കിലും ചോദിക്കണേൽ ആരും ഇല്ല തന്നെ ഇവിടെ. വീടാണോ? വീടാണോ അല്ല ഹോം സ്റ്റേ ആണോ റിസോർട്ടാണോ എന്നറിയില്ല. പാർക്കിംഗ് ഒക്കെ ഉണ്ട് മിക്കവാറും. അതുപോലെ എന്തെങ്കിലും പഴയ ഒരു ഇരുമ്പ് പാലം. അതൊരു വില്ലേജിലേക്ക് പോകുന്ന ചെറിയ വഴിയാണ്. ഇതേ ഒരു പഴയ തൂക്കുപാലം. ആൾക്കാർ പോകുന്നതാണോ അത്? ഇത് ചെറിയൊരു വില്ലേജാ. എവിടെ ഒരു ചർച്ച ഉണ്ട്. പക്ഷെ ഈ ഭാഗത്തേക്കുള്ള ചർച്ചിന്റെ ഒന്നും പേരങ്ങ് വായിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കട്ടിയാ. ആ ഇവിടെ അതുപോലെ ജിപ്സികൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം നല്ലപോലെ മോഡിഫൈ ചെയ്ത ജിപ്സികൾ. അഗ്രികൾച്ചർ ഓഫീസുകളല്ല, എല്ലാം അടുത്തടുത്ത. ഷില്ലോങ് 42 കിലോമീറ്റർ, ഗുവാഹട്ടി 139. ഇത് ലെഫ്റ്റിലേക്ക് 9 രൂപ. ഇവിടെ എല്ലാം ട്രക്കിന് 9 രൂപ. കണ്ടോ, 7 മണി തൊട്ട് വൈകിട്ട് 9 മണി, രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെ ട്രക്കിന് 9 രൂപ. എല്ലാം കുറേ വർക്ക്ഷോപ്പുകളാണ്. നമ്മളിപ്പോൾ മൈരാങ് ടൗണിലേക്കാണ് പോകുന്നത്. ടൗണിലൂടെ കയറി നമുക്ക് ബൈപ്പാസിലേക്ക് പോകാം. ഇതേ കഴിഞ്ഞ ട്രിപ്പിൽ പഹൽഗാം ചെന്ന അവസ്ഥയായി. ഇവിടെ എല്ലാം അവധി ദിവസമാണ്. ഒറ്റ കട പോലും ഇല്ല, ഒരു മനുഷ്യൻ പോലും വഴിയിലില്ല. ക്ലിനിക് പഴയ വീട് അതുകൊണ്ട് അത് ഇവിടുത്തെ മാർക്കറ്റാ. എന്ത് കടകളാന്ന് നോക്കി, ഇന്നൊന്നുമില്ല. നമ്മുടെ അവിടെയൊക്കെ ഹർത്താലിന്റെ കാര്യം പറഞ്ഞ പോലെ കടകളും ഇല്ല, ആൾക്കാരും വളരെ കുറവ്. അവിടെ ചിക്കൻ കടയൊക്കെ ഉണ്ട്. ചിക്കൻ വല്ലതും മേടിക്കുന്നോ? പക്ഷെ വണ്ടി ഇവിടെ നിർത്താൻ സൗകര്യമില്ല. ഒരാൾ ഇവിടെ ഇറങ്ങാൻ വണ്ടി എന്നിട്ട് മുന്നോട്ട് നീക്കി നിർത്താം, അതായിരിക്കും നല്ലത്. രണ്ട് സൈഡിലും വണ്ടി പാർക്ക് ചെയ്തേക്കുവാ കേട്ടോ. ഇവിടെ നിർത്താം. ഇവിടെ നിർത്തിയിട്ട് കുറച്ച് പുറകോട്ട് നടന്നാൽ മതി. അല്ല ഞാൻ നല്ലത് നോക്കി മേടിച്ചോണ്ട് വന്നേക്കാം. കൊടയെടുക്കാൻ പോവാ. അത് കുഞ്ഞു പിള്ളേരുടെ കൂടെയാ. മിക്കവാറും അച്ഛനെ കണ്ണുകുത്തി പൊട്ടിക്കുന്ന്. ഞാൻ മേടിച്ചോണ്ട് വന്നേക്കാന്നേ. പിള്ളേരെ പിടിച്ചോണ്ടോ ഇവിടെ നമുക്കിട്ടേ പോകണോ? ഞങ്ങൾ ഏതൊക്കെയല്ലേ ഒരു ചിക്കൻ മേടിക്കാൻ പോയതാ. അപ്പൊ ഒരു ചായ ചേട്ടാ, ഇഞ്ചിയൊക്കെ ഇട്ട ചായ. രാവിലെ പാല് മേടിച്ചു ഗുണായി. അതെ, ചെറിയൊരു മഴയും ചൂട് ചായ, തണുപ്പും. തണുപ്പും. അച്ഛമ്മ അങ്ങനെ വൈകുന്നേരം ചായ കുടിക്കാറില്ല. പിന്നെ ഇഞ്ചി ഇട്ട ചായ ആണെങ്കിൽ ഇച്ചിരി കുടിക്കും. പിന്നെ പാല് നാടന് വേണല്ലോ. നാടൻ പാലും പിന്നെ ചെറിയൊരു തണുപ്പും ഉണ്ട്. അതുകൊണ്ട് ശകലം ചായ കുടിക്കാന്ന്. പിന്നെ ഇഞ്ചി ഇട്ടാണെങ്കിൽ അച്ഛമ്മക്ക് ഇഷ്ടമാണ്. ഇഞ്ചി എന്നാ മേടിച്ചേ? നാമിക്കുട്ടിക്ക് വേണ്ടത് നാമിക്കുട്ടി മേടിച്ചോണ്ട് വന്നു. ചിക്കൻ മേടിക്കാൻ ലൈവ് കോഴിയില്ല. പിന്നെ പുള്ളി പോയി കൊണ്ടുവന്ന് അതിനെ വെട്ടി റെഡിയാക്കി. ഇത്ര സമയം എടുത്തു. അവിടെ അവരുടെ വീട്ടിൽ പോയി എടുത്തോണ്ട് വന്നു. അവര് എവിടെയോ ഗോഡൌണിൽ കണ്ടുപോയി എടുത്തോണ്ട് വന്നു. ഇവിടെ ലൈവ് കോഴി കൊടുക്കുന്ന പരിപാടി ഇല്ല. എല്ലാം വെട്ടിയിട്ട് ഈ തൊലിയും കളയത്തില്ല, ഗ്യാസ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ട് ഗ്യാസ് കൊണ്ട് എല്ലാം ഒന്ന് കരിച്ചിട്ട് അതിനെ പറയുന്ന വക്കാന്ന് പറയും. കടുങ്കാപ്പി വെച്ചില്ലായിരുന്നോ? കടുങ്കാപ്പി വെച്ചില്ല, പകരം ചായ വെച്ചിട്ടുണ്ട്. ശകലം ചൂടാറിപ്പോയി. അതൊന്ന് ചൂടാക്കി കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ചൂടാക്കിയ ഇഷ്ടമില്ല, അതിനും ഭേദം ചൂടാറിയത് കുടിക്കുന്ന അല്ലേ? കണ്ടോ കണ്ടോ, അതെ, തിളച്ച ചൂടോട് കുടിച്ച് കുടിച്ച് ശീലിച്ചു പോയി.
ശീലമായി പോയ ഊതി കുടിക്കണായിരുന്നു. അവിടെ ചിക്കൻ മേടിക്കാൻ നിന്നിട്ടേ ആ അവിടെ ഉള്ളവർക്ക് ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. ആ കടക്കാരന് ലാസ്റ്റ് അവിടെ ഒരു പോലീസുകാരൻ, ഒരു ആസാംകാരനാണ് പുള്ളി. പക്ഷെ പുള്ളി മേഘാലയ പോലീസിൽ പുള്ളി വർക്ക് ചെയ്യുന്നത്. ആ പുള്ളി അവിടെ നിന്ന് പുള്ളിക്കും അറിയത്തില്ല ശരിക്കും പറഞ്ഞ. പുള്ളി അടുത്ത് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ട് കുറച്ചാളേ ഉള്ളൂ, ആ. ഭാഷ പഠിച്ചു വരുന്നേ ഉള്ളൂ. ആ. പിന്നെ പുള്ളിക്ക് അറിയാവുന്ന ഭാഷയിൽ എന്തൊക്കെയോ പുള്ളി പറഞ്ഞൊപ്പിച്ച് ഉം. പിന്നെ അയാള് കടക്കാരൻ ആ. വേറൊരാളെ ഫോണിൽ വിളിച്ചു, ആ ഹിന്ദി അറിയുന്ന ഒരാളെ ഫോണിൽ വിളിച്ചു. പിന്നെ അയാളെ ഫോണിൽ കൂടെ തന്നെ നമ്മള് പറഞ്ഞു किलो एक फुल चिकन हमको चाहिए, इधर आने के बाद काटो എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യക്തി ഒപ്പിച്ച് ലാസ്റ്റ് പുള്ളി എടുക്കാൻ പോയി. എന്തായാലും മേടിച്ചോണ്ട് വന്നു. അതാ ഇത്രയും താമസിച്ചത്. അപ്പൊ ഞങ്ങളിത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവിടെ കടയിൽ മേടിക്കാൻ വന്ന ആൾക്കാരുണ്ടല്ലോ, അവിടെ ചിക്കൻ ലൈവായിട്ട് ഇരിക്കുകയല്ല, ലൈവായിട്ടല്ല അവര് റെഡിയാക്കി വെച്ചോണ്ടല്ലോ, വരുന്നവർക്ക് അതും കൊടുക്കണ്ടേ. അപ്പൊ അതെടുത്ത് തരാനാണ് പുള്ളി പെട്ടെന്ന് എടുത്തു തരും. ഇതായതുകൊണ്ട് ശാലം താമസിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാ ഞങ്ങളെ പീസാക്കി തന്നത്. പിന്നെ ഇവിടെ ഉള്ളവരുണ്ടല്ലോ, ഒരു ഫുൾ കോഴി ഒന്നും അവര് മേടിക്കത്തില്ല, കുറച്ച് ഒരു 250 ഗ്രാം. അതും എല്ലാം സെപ്പറേറ്റ് ആയിട്ടാ വിൽക്കുന്നത്. കോഴിയുടെ കാല് വിൽക്കുന്നുണ്ട്, മറ്റേ നമ്മൾ കഴിക്കില്ലാത്തില്ലേ, അത് സൂപ്പ് ഉണ്ടാക്കാനാണ് തോന്നുന്നു, അത് വിൽക്കുന്നുണ്ട്. പിന്നെ കരൾ അങ്ങനത്തെ സെപ്പറേറ്റ്, എല്ലാം സെപ്പറേറ്റ്. അത് ഇവിടെ മാത്രല്ല, അത് ഈ മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിലും അതെ, ബാക്കി സ്റ്റേറ്റുകളിലും ഉണ്ട്. ഈ കാലും അങ്ങനെയുള്ള സാധനങ്ങൾ വേറെ വെക്കും, അതിന് വില കുറവാ. അത് മാത്രം മേടിച്ചോണ്ട് പോകുന്നവരുണ്ട്. അത് പൈസ കുറവ് വേണ്ട എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്തവർ അത് വന്ന് അത് മേടിച്ചോണ്ട് വന്ന് അത് സൂപ്പ് വെക്കും, ചാറ് പോലെ വെക്കും, അങ്ങനെ കഴിക്കും. അപ്പം നമുക്ക് മുന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലും ഒതുക്കി നിർത്തി കുക്ക് ചെയ്യാം. നമ്മൾ വന്ന് വീണ്ടും ഹൈവേയിൽ കയറി. ഷില്ലോങ് 41 കിലോമീറ്റർ, സിൽച്ചാർ 248 കിലോമീറ്റർ. അപ്പോഴേ നമുക്ക് കുക്ക് ചെയ്യണ്ടേ? കുക്ക് ചെയ്തേക്കാം. നമ്മളിത് റോഡിന്റെ സൈഡിലൊരു പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള അടുത്ത് വണ്ടി ഒതുക്കി. എന്നാ പിന്നെ അടുത്ത കാര്യപരിപാടിയിലേക്ക് കടന്നേക്കാം. തുടങ്ങിക്കോളുക. അതെ. ഉള്ളി, സവോള, ഇഞ്ചി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ മെയിൻ കുക്ക് എന്താന്ന് വെച്ചാൽ നടത്തിക്കോളുക. സവോള ഏരിയ നല്ല പരിചയം കേട്ടോ. ആണോ? പിന്നെ ഷെഫായിരുന്നോ? അതിന്റേതായ കുറച്ച് പഠിച്ചു. സവാള അരിയാനൊക്കെ അറിയാലോ. പിന്നെ സവാള അരിയുന്ന പരിപാടിയാണ് ആകെ ഞാൻ ചെയ്തത്, പഠിച്ചത്. എന്ന് വെച്ചാല് നമ്മുടെ അടുത്തൊരു അമ്പലം ഉണ്ടേ, അവിടെ ഈ ഉത്സവ സമയത്ത് അന്നദാനത്തിനൊക്കെ ശരി അങ്ങനെ അരിയാനൊക്കെ കൂടി അത് പഠിച്ചു. ദാമക്കുട്ടി കണ്ണരിയായിട്ട് കഥ അടച്ചിട്ട് വെച്ച് വെളി അകത്ത് നിൽക്കുക. ദാമി അവിടെ നിൽപ്പുണ്ട്. ഇന്നലെ എന്നാ കരച്ചിലെന്നറിയോ? കണ്ണരി എന്ന് പറഞ്ഞു. അതെ അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത്, ക്യാബിനകത്തേക്ക്. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല കുനുകുനാ മരിഞ്ഞോണ്ട് വന്നിട്ടുണ്ട്. നല്ല ഷേപ്പായിട്ടുണ്ട്. പതിവ് പോലെ ഇന്നും കൊച്ചച്ചയുടെ ചിക്കൻ കറിയാണ്. പതിവ് പോലെ കൊച്ചച്ച അടുക്കളയില് ട്രിപ്പ് വരുമ്പോ മാത്രമുള്ള പതിവ്. ട്രിപ്പ് വരുമ്പോഴാണല്ലോ അത് ചെയ്യാൻ ആള് വേണോ വേണ്ടയോ? വേണം. അതെ, വി സപ്പോർട്ട്. ഇതിനകത്ത് കടുക് പൊട്ടിച്ച് പച്ചമുളകും കരിയാപ്പിലേക്ക് ഇട്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. ഇഞ്ചിക്കറിയൊക്കെ വെക്കുമ്പോഴേ ഇതുപോലെ കുനുകുനാന്നരിയാൻ നമുക്ക് സച്ചുവിനെ വിളിക്കാം. നല്ല പരിചയമുണ്ടല്ലേ? വെളുത്തുള്ളി എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇത് അരിഞ്ഞിട്ട് പിഴിയണ്ടേ, മട്ടൺ വേണ്ടേ, അത്രയൊക്കെ അറിയാം. ഏത് ഇഞ്ചിക്കറി വെക്കാനായിട്ട്? എവിടെ ഇഞ്ചിക്കറി വെക്കാനൊക്കെ എവിടെ പോയിട്ടുള്ളേ? ഇല്ല, അമ്മൂട്ടി പോയപ്പോഴേ കണ്ട് പഠിച്ചോ. ആണോ? ചെയ്തിട്ടില്ല, ഏകദേശം ഒരു ഐഡിയ. സച്ചുവിന്റെ ബാംഗ്ലൂർ ഒറ്റയ്ക്കല്ലേ? ഇനിയിപ്പോ അമ്മ വീഡിയോ കാണുന്നതാണോ? വീട്ടിൽ ചെല്ലുമ്പോ അമ്മ പിടിച്ചോളൂ ഇനിയിപ്പം. അപ്പം ഇഞ്ചി, പച്ചമുളക് എല്ലാം മൂത്ത് വന്നിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. പ്യാജ് കൂടെ ശാലം ഉപ്പൂടെ ഇട്ട് കൊടുത്തേക്കാം. എന്നാ പറഞ്ഞേ? അല്ല, ഉപ്പിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അതൊരു കണക്കാണ്, അത് ഇരുന്നവർക്ക് അറിയാം അതിന്റെ കണക്ക്. ഞങ്ങളിപ്പോ ഉള്ള പാവപ്പെട്ടവരെങ്ങനെ മനസ്സിലാക്കി ഈ കണക്കിനിപ്പൊക്കെ? 1 കിലോ ചിക്കൻ എത്രയാന്ന് പറഞ്ഞേ? അത് ഓരോ ടീസ്പൂൺ കണക്കാണ്. അത് നമ്മൾ കുറെ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതൊരു ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് മനക്കണക്ക് ഇടാൻ പറ്റും. അത് ഉപ്പ് വീഴുന്നതനുസരിച്ച്. ഇതിപ്പോ ഉപ്പ് കുറവാ, ശാലോടെ വേണ്ടി വരും. അത് കറിയാകുമ്പോൾ നോക്കിയിട്ട് ബാക്കി ഇട്ടാൽ മതി. അതെ, അതിനാണ് പറയുന്നത് ആവശ്യത്തിന്.
നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല എല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചിക്കനൊക്കെ അടുപ്പേ കയറ്റി ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഫ്രൈ ചെയ്യാനുള്ള എല്ലാ പൊടികളെല്ലാം ഇട്ടൊന്ന് നമുക്ക് മിക്സാക്കി വെക്കാം. അതിനകത്ത് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഉപ്പ് ആവശ്യമുണ്ട്. ഒരു കുറച്ച് ഇതൊക്കെ ചിക്കൻ വേകുന്ന സമയം ഇരിക്കട്ടെ, അന്നേരത്തിനെ നല്ല എല്ലാം പിടിച്ച് നല്ല ഇതായിട്ടിരിക്കും. ചിക്കൻ വറുത്തെടുത്തേക്കാം. ആയിക്കോട്ടെ. ചിക്കൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വെളുത്തുള്ളിയാണല്ലോ കൂടുതൽ. കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടി ഇട്ടേക്കുന്ന ഒരു വ്യത്യസ്തത. അപ്പം അടുത്ത ഇനിയുണ്ട്, തീർന്നില്ല കേട്ടോ, ഇനിയുണ്ട്, വറുത്തോണ്ടിരിക്കുകയാണ്. ഒന്ന് വറുത്ത് പോരതേ ഉള്ളൂ, അടുത്ത ഇനി ഒന്നുകൂടെ ഉണ്ട്. ഇതന്നെ ദോശ, ഗോതമ്പ് ദോശ, ചിക്കൻ കറി, ചിക്കൻ വറുത്തത്. ഇവൻ പറഞ്ഞു ഇതാന്ന് ചപ്പാത്തിയാന്ന്. ഞാൻ പറഞ്ഞാലും ചപ്പാത്തി ഉണ്ടാകും, അവിടെ മടിയാ, കഴിയല. അല്ല, ഗോതമ്പ് ദോശ ഞാൻ ഉണ്ടാക്കുന്നുണ്ടപ്പോഴേ അതിന് എപ്പ ചുട്ടി തീർക്കാനാണ്. അപ്പൊ ചപ്പാത്തിയോ അത് കുഴക്കണം, ഉരുട്ടണം, പരത്തണം. ഇതാകുമ്പോ നേരെ കുഴച്ചങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി. ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കിയാൽ മതി. ചപ്പാത്തി എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ മേല, എല്ലാവരും ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേ. പൊറോട്ട ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. പാടില്ല, ഇത് ചെയ്തിട്ടില്ല, ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. എല്ലാരും കഴിച്ചു കഴിഞ്ഞു, ഇനിയിപ്പൊ ഞങ്ങളൂടെ ഉള്ളു കഴിക്കാനായിട്ട്. ഓരോരുത്തർ കറി ആയതനുസരിച്ച് എടുത്തെടുത്ത് കഴിച്ചു. ദോശ ചുട്ടു, ചൂടോടുകൂടി കഴിച്ചു. എന്നെ ദോശ, ഗോതമ്പ് ദോശ. എന്നാലും ആ രാജേഷ് പറഞ്ഞ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാൻ മോശമായി പോയി. വീട്ടിലെന്തും ചപ്പാത്തി അല്ലേ, ഒരു വെറൈറ്റി ഉണ്ട് ഇടയ്ക്ക്. വീട്ടിൽ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുത്താൽ തിന്നത്തില്ല. അപ്പൊ ഇങ്ങനെയല്ല, അതങ്ങനെ വീട്ടിൽ കഴിക്കാത്ത എല്ലാ സാധനവും വണ്ടി വരുമ്പോ കഴിക്കും. അപ്പൊ ഇങ്ങനെയല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് മതി. വണ്ടി പാർക്ക് ചെയ്തിട്ട് കണ്ടിട്ടില്ല, അതെ കേട്ടിട്ട് കഴിച്ചാൽ കഴിക്കും. വീട്ടിലാണെങ്കിൽ ഒരു ഒറ്റ ദിവസം കഞ്ഞി കുടിക്കാൻ പറഞ്ഞാൽ ഞാൻ കുടിക്കല്ല. ഇവിടെ ഉച്ചയ്ക്കും കുടിക്കാം, വൈകിട്ടും കുടിക്കാൻ ഒരു കുഴപ്പമില്ല. പഴയ കഞ്ഞി കുടിക്കും. ഒരു നേരം ചോറില്ല, എന്നാ ഇച്ചിരി കഞ്ഞി കുടിക്കാമെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ട കഞ്ഞി, ചപ്പാത്തി മതി. ഞാൻ ഒന്നും മിണ്ടാതെ മിണ്ടാനൊന്നുമില്ല. ദോശ തിന്നുവാ. അപ്പം ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ദാമിക്കുട്ടിയും കുഞ്ഞിക്കിളിയും ഉറങ്ങി, ബാക്കി ആരും ഉറങ്ങിയിട്ടില്ല. എല്ലാവർക്കും അതെ, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. പിന്നെ ഒരു കാര്യം കൂടെ പറയണ്ട, നാളെ നമ്മൾ രാവിലെ ഇവരെ രണ്ടുപേരെ ഇവിടുന്ന് പാക്ക് ചെയ്യണം. ഇവരുടെ 2 ആഴ്ചത്തെ പരോള് കഴിഞ്ഞു. പരോള് കഴിഞ്ഞു. ഈ വെക്കേഷനിൽ ഇവരുടെ ടൂർ കഴിഞ്ഞു. അപ്പൊ സച്ചുവിന്റെ ലീവും കഴിഞ്ഞു. കുഞ്ഞിക്കണ്ണ ക്ലാസ് തുടങ്ങി. കുഞ്ഞിക്കണ്ണന് ക്ലാസ് തുടങ്ങി. അതുപോലെ തന്നെ പൊന്നു ചെന്നൈക്ക് പോവുകയാണ്. അപ്പൊ പിന്നെ സൂര്യൻ പോകാതിരിക്കാൻ പറ്റിയല്ല. അപ്പൊ ദാമി ഞങ്ങളൂടെ നിൽക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അതെ, അല്ല രാവിലെ കണ്ടറിയാനൊന്നുമില്ല. ഇവിടെ അതെ, അച്ഛയില്ലേലും ഞങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം വന്നല്ലേ, എന്റെ പ്രശ്നമൊന്നുമില്ല, ഒന്നും വിഷയമില്ല. അതുകൊണ്ട് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു ഇന്ന്. ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് എന്നെ നോക്കും, ഞാൻ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ രണ്ടും പോയി കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ സിക്കിം മേഘാലയ യാത്രയുടെ ബാക്കി കാഴ്ചകൾ കേട്ട് നമുക്ക് വീണ്ടും കാണാം.